തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിനാൽ പുതിയ ടീം പുതിയ ദൌത്യവുമാണ് ഇറങ്ങുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി 24-നോട്. എല്ലാ സമുദായങ്ങളെയും വിഭാഗങ്ങളെയും കൂടെ നിർത്തണമെന്നാണ് പാർട്ടി ലൈനെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതനായ അനൂപ് ആന്റണി ജോസഫ് 24-നൊപ്പമുണ്ട്. ആദ്യം തന്നെ സ്ഥാനലബ്ധിക്ക് ആശംസകൾ. എങ്ങനെ കാണുന്നു പുതിയ ടീമിനെ? വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ടീമാണ് വികസിത കേരളം ടീം എന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇതിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. കാരണം ഒരു പുതിയ ആശയവുമായിട്ട് ഒരു പുതിയ ടീം ഒരു ദൗത്യവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ടീമിനെ ഒരു ദൗത്യം ഏൽപ്പിച്ച ഒരു ടീം എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇലക്ഷൻ ഇയറാണ്. തൊട്ട് മുമ്പിൽ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട്, അതിനുശേഷം അസംബ്ലി ഇലക്ഷനുണ്ട്. ഈ രണ്ട് തെരഞ്ഞെടുപ്പും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ടീമിൻ്റെ മുകളിൽ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ഈ ടീമിൽ ഒത്തിരി പുതുമുഖങ്ങളുണ്ട്, യുവാക്കളുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ ശ്രീലേഖ IPS പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള അനുഭവമുള്ളവരുണ്ട്, പല വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ടീമിന് അതിൻ്റേതായ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ജനറൽ സെക്രട്ടറി ആകുമെന്ന് കരുതിയിരുന്നോ? നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒന്നും കരുതാറില്ല. അതാവുമ്പോഴാവും അത് എന്ത് ചുമതല കിട്ടുന്നു ആ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എത്ര ചെറിയ പോസ്റ്റായാലും വലിയ പോസ്റ്റായാലും പോസ്റ്റല്ല, ആ തരുന്ന ചുമതലയുടെ ഗ്രാവിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അത് നിർവഹിക്കാൻ ഈ ടീമിലുള്ള എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് തന്നെയും കരുതലോ പ്രതീക്ഷയൊന്നുമില്ല. ഭാരവാഹ പട്ടികയിൽ സാധാരണഗതിയിൽ BJP നോക്കുന്ന മറ്റു സമവാക്യങ്ങൾ, അത് ന്യൂനപക്ഷ സമവാക്യം, സാമുദായിക സമവാക്യം, ഇതെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ആ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം തന്നെ എൻ്റെ സമുദായം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്ന ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പാർട്ടി കൂടെ നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അങ്ങയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമെന്ന് വ്യാഖ്യാനിക്കാം. എല്ലാവരെയും കൂടെ നിർത്തണമെന്നാണ് പാർട്ടിക്ക് ആവശ്യം, പാർട്ടിയുടെ ഒരു ആഗ്രഹം. എല്ലാ സമുദായങ്ങളും എല്ലാ വിഭാഗങ്ങളും ജാത മത ഭേദമന്യേ കൂടെ നിൽക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ഏറ്റവും കോറായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ടീമാണ് ജനറൽ സെക്രട്ടറിമാരെന്ന് പറയുമ്പോൾ അവിടെ യൂത്തിന്, ഇപ്പോൾ താങ്കളെ പോലെ യുവാക്കൾ കൂടി കടന്നു വരുന്നു. അപ്പോൾ നവമാധ്യമങ്ങളുടെ കാലമാണ്, അവിടെ കൂടുതൽ ഇടപെടൽ നടക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ചാർജ് കൂടെ അങ്ങേക്കുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്നും ഫോർ റണ്ണർ എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്കുണ്ടല്ലോ, എല്ലാ കാര്യത്തിലും ഒരു പൈനിയറായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നവമാധ്യമങ്ങളുടെ ഒരു യുഗം തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫോർ റണ്ണറായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു റോൾ മോഡൽ അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളായിക്കൊള്ളട്ടെ, അതിനുശേഷമുള്ള വികസന കാര്യങ്ങളായിക്കൊള്ളട്ടെ, അതിലെല്ലാം ഏറ്റവും നൂതനമായ ടെക്നോളജി എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും ആലോചിക്കുക. അന്ന് സോഷ്യൽ മീഡിയ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും. തെരഞ്ഞെടുപ്പുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി കൂടെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ അതിനെ വളർത്തണം സ്വാഭാവികമായി. അപ്പം അതാകുമല്ലോ അപ്പോൾ അങ്ങേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും. അത് മാത്രമല്ല, ശരിയാണ്, എന്നെ ഇപ്പം ഇതിന് മുമ്പ് ഏൽപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ മൊത്തം കമ്മ്യൂണിക്കേഷൻ നറേറ്റീവ്. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയ മാത്രമല്ല, നറേറ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും കേരളം പോലൊരു സ്റ്റേറ്റിൽ പലപ്പോഴും വളരെ തെറ്റായ പല നറേറ്റീവുകളും ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ആ നറേറ്റീവുകളെല്ലാം തിരുത്തി എഴുതുക, എന്നിട്ടൊരു പുതിയ നറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കുക. അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അധികാരം ഏറ്റെടുത്തതിന് ശേഷം വികസിത കേരളം എന്ന് പറയുന്ന ഒരു പുതിയ നറേറ്റീവ്, ഒരു പുതിയ മോട്ടോ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ നറേറ്റീവും കൂടി സൃഷ്ടിക്കുക, ആ ഒരു ചുമതല കൂടിയുണ്ട്. അത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആ നറേറ്റീവിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. പുതിയ ഭാരവാഹി പട്ടിക വരുമ്പോൾ ചില വിമർശനങ്ങൾ കൂടി വരുന്നു. ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി ഇത് ചുരുങ്ങിപ്പോയി. നേരത്തെ ഉണ്ടായിരുന്ന അധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ അവരുമായി കൂടെ നിൽക്കുന്ന ആളുകളെ പരിഗണിച്ചില്ല. അവരുടെ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ P. സുധീർ, അവരൊക്കെ ജനറൽ സെക്രട്ടറി ആ ഒരു പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു. അത്തരം വിവാദങ്ങളൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? പാർട്ടിക്ക് കുറച്ച് പോസ്റ്റുകളല്ലേ ഉള്ളൂ. അത് തന്നെയും ഈ പറയുന്നതെല്ലാം ഒരു മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് ഞാൻ കരുതുന്നതും പാർട്ടി കരുതുന്നതും. പാർട്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇത്തരം തീരുമാനങ്ങളൊക്കെ കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്തത്? തീർച്ചയായിട്ടും. അടുത്തിനിപ്പോൾ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? നാളത്തെ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനവും നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് വാർഡ് തല നേതൃസംഗമവും നാളെ ശ്രീ അമിത്ഷാജി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇത് രണ്ടും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ഞങ്ങൾ നേരിട്ട് തന്നെ നാളെ അതിൻ്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു ബിഗിനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ക്യാമ്പയിൻ അങ്ങോട്ട് നാളെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ഓൾറെഡി തന്നെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിശ്രമമില്ലാത്ത ദിനങ്ങളായിരിക്കും. ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിരവധി കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ദൗത്യം.
ഈ ഭാരവാഹി പട്ടിക പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ട പാനലിസ്റ്റുകളിൽ ഒരാളായ PR ശിവശങ്കർ ചെറിയ അതൃപ്തിയുണ്ടെന്നൊക്കെ ചില വാർത്തകൾ വരുന്നു. അദ്ദേഹം ഈ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ വാർത്ത. അപ്പോൾ അവരെയൊക്കെ ഒന്നിച്ച് നിർത്താനുള്ള ഒരു ഇടപെടലുണ്ടാവില്ല? അതാ ഞാൻ പറഞ്ഞത്, പലപ്പോഴും മിസ്ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത വളരെയധികം ഇവിടെ ഒരു വലിയൊരു മിസ്ഇൻഫോർമേഷനാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള വേറെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ പറയും അത് മിസ്ഇൻഫോർമേഷൻ, അന്നേരം നിങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഈ മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ആവുന്നത്. അതിൽ നിന്ന് മാധ്യമങ്ങൾ തന്നെ ഉത്തരവാദിത്തപരമായി ഒഴിഞ്ഞു മാറണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ദൗത്യമാണ് മുമ്പിലുള്ളത്, വലിയൊരു ലക്ഷ്യമാണ് മുമ്പിലുള്ളത്. അതിനകത്ത് പരമാവധി ആളുകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ തന്നെ. വളരെ നന്ദി അനൂപ്. താങ്ക് യു. അത്തരത്തിൽ അനൂപ് ആൻ്റണി ജോസഫാണ് 24നോട് പ്രതികരിച്ചത്. മാധ്യമ സൃഷ്ടികളാണ് വിവാദങ്ങൾ. പാർട്ടി ഒറ്റക്കെട്ടായി വരുന്ന തെരഞ്ഞെടുപ്പിനെയും അടുത്ത പദ്ധതികളെയും ഒക്കെ നേരിടുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മനീഷിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.